എന്റെ പൊന്ന് ബിഗ് ബോസ് നമിച്ചിരിക്കുന്നു. എങ്ങനെ കിട്ടുന്നു നിങ്ങൾക്ക് ഈ ഒരു അവതാരങ്ങളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നോറയായിരുന്നു 24 മണിക്കൂറും കരച്ചിലോട് കരച്ചില്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കരിയാനായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ അനുക്കുട്ടിയെ. കരിയാൻ ആളെ ആവശ്യമുണ്ടെന്ന് ബോസേട്ടന്റെ പരസ്യം വരുന്നു. അതോട് കൂടിയിട്ട് അനുമോള് പറഞ്ഞു ഞാൻ കരിയും, ചിരിക്കണ്ടെടുക്ക ചിരിക്കും, കോമഡി പറയേണ്ടടുക്ക കോമഡി പറയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബിഗ് ബോസിലേക്ക് കരച്ചൽ കുട്ടിയായി വന്നിരിക്കുകയാണ് നമ്മുടെ അനുമോളെ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് ഒന്ന് ചൊറിഞ്ഞ് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അതായത് ഡോക്ടർമാർക്കെതിരെ പറഞ്ഞു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും അത് ഡോക്ടർമാർ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടന്റ് ആകും, അങ്ങനെ ഡോക്ടർമാർ എല്ലാവരും ഇളകും എന്നുള്ളത് വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു മരുന്നിന്റെ പ്രശ്നമായിട്ടുള്ളതാണ്. ചില ഡോക്ടർമാരൊന്നും നമുക്ക് ഒരുപാട് മരുന്നുകൾ എഴുതും, ചില ഡോക്ടർമാർ ചെറിയ മരുന്ന് എഴുതുള്ളൂ. ഇനി മരുന്നൊന്നും എഴുതാത്തവനാണെങ്കിൽ നമ്മൾ പറയും ആ ഡോക്ടർ ശരിയല്ല, ഒരു മരുന്ന് പോലും അയാൾക്ക് എഴുതാൻ അറിയില്ലെന്ന്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പരമാവധി സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പിന്നെ എന്താണ് വിറ്റാമിൻ ടാബ്ലറ്റോ ഇതൊക്കെ അങ്ങ് എഴുതി കൊടുക്കും. ഇതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും മൊബൈൽ ഉണ്ടല്ലോ, അപ്പോൾ തന്നെ അടിച്ചു നോക്കും വിറ്റാമിൻ ടാബ്ലറ്റ്. ഇയാൾക്ക് എന്താണ് വേറെ പണിയില്ലേ, വയറുവേനക്ക് പോയിട്ട് വിറ്റാമിൻ ടാബ്ലറ്റ് എന്തിനാ, അങ്ങനെയും പറയും നമ്മൾ. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് അനുമോള് പറയുന്നത്. അനുമോൾക്ക് പിന്നെ അങ്ങ് ഭയമായി. എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ ഇനി ഡോക്ടർമാർക്ക് എതിരെയാകുമോ, അല്ലെങ്കിൽ ഇനി പുറത്തെങ്ങനെയാണ് പോകുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും എനിക്ക് തിരിയുമോ എന്നൊക്കെ വിചാരിച്ച് അനുമോൾ എന്ത് ചെയ്തു, പിന്നീട് അങ്ങോട്ട് നാടകമാണ്. അതായത് അപ്പുറത്ത് പോയിട്ട് നമ്മുടെ നോറയുടെ ആ സീറ്റ് അവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ബോസേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ ഇരുന്ന കരയണം, അതായത് കരയാനുള്ള സ്പേസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ണീര് വീഴുമ്പോൾ കൃത്യമായിട്ട് ആ പാരപ്പറ്റിലേക്ക് വീഴുന്നുണ്ട്. ആ കണ്ണീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തുടച്ചെടുക്കും. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ കരഞ്ഞിട്ട് വീഴ്ത്തണം എന്ന് പറഞ്ഞിട്ടാണ് ആ കൃത്യമായിട്ട് ആ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ പോയിന്റിൽ പോയിട്ട് നമ്മുടെ നോറയല്ല നമ്മുടെ അനുമോൾ അവിടെ ഇരിക്കുന്നത്. അനുമോൾ പിന്നീട് അവിടുന്ന് ഒരു കരച്ചിലാണ്. ഏതായാലും ആ കരച്ചിലോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഓമാറെല്ലാം കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ഡോക്ടറുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ചൈനീസ് ചൈനയിൽ പോയിട്ട് MBBS എടുക്കുന്നതാണ്. അതെന്ന് പറയുന്നത് അത്ര വലിയൊരു ഡോക്ടറായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. ഉള്ള കാര്യം ഞാൻ പറയുന്നതിന് എന്താ, മാർക്ക് കുറഞ്ഞാക്കും, പൈസ ഉണ്ടെങ്കിൽ ചൈനയിലോ ഇല്ലെങ്കിൽ എന്നാൽ ഉട്ടോപ്യാക്കിയാ എവിടെയോ അങ്ങനെ എന്തോ രാജ്യത്ത് പോയിട്ടൊക്കെ നമുക്ക് MBBS എടുത്തു കൊണ്ടുവരാം. അവിടെയൊക്കെ എന്ന് പറഞ്ഞ് MBBS ഇവിടെ വരോ MBBS എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഒരു ഡോക്ടറും അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ അവരെ അപമാനിക്കലൊന്നും അല്ല കേട്ടാ, എന്നാ വെച്ചാൽ കാര്യം പറയുന്നതാണ്. ഉള്ള കാര്യം എന്ത്, ഇവിടെ സീറ്റ് കിട്ടായിട്ടാണല്ലോ അവർ ചൈനയിലേക്ക് പോകുന്നത്. ഇവിടെ സ്ഥലമില്ലായിട്ടല്ലേ പഠിക്കാൻ ചൈനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെയിലെ മെഡിക്കൽ കോളേജിൽ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും ആ ഒരു ഡോക്ടർമാരും വന്നിട്ട് പിന്നെ കാര്യങ്ങളും ഇതൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.